ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് ഇന്റർവ്യൂ ഉണ്ട്. അപ്പോൾ നമ്മളെ പെരന്റെ കോലൊക്കെ ആകെ ഫ്രണ്ട് ഭാഗമൊക്കെ ആകെ മാറാലി ഒക്കെ പിടിച്ച് കിടക്കുകയാണ്. പിന്നെ ഇമ്മമാനെ ഒരാൾ കോൾ ചെയ്യുന്നുണ്ട്. അത് ഇമ്മമാനെ പിന്നെ അറിയില്ല കിട്ടിയാൽ മതി. അപ്പോൾ ഇങ്ങനെ സംസാരിച്ചിരുന്നോളൂ. ഒരു 1 മണിക്കാണ് വരും പറഞ്ഞത്. ഇന്ന് 11 മണിക്ക് വരുന്ന പറഞ്ഞതാണ്. പിന്നെ ഓരെന്തോ ബ്ലോക്കിലൊക്കെ പെട്ടുകൊണ്ടാണെന്ന് പറഞ്ഞ് ഒരു 1 മണിയൊക്കെ ആവും എത്താനെന്ന്. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഉണ്ടാക്കും പോയി മുടിയിട്ടാണല്ലേ പോയി മുടിയിട്ടാനുണ്ട്. ഒരു വരുമ്പത്തിന് ഈ സാധനങ്ങൾ ഇവിടെ കണ്ടില്ലേ, ഇതൊക്കെ ആകെ അലങ്കോലായി കിടക്കുകയാണ്. ഇത് ഞങ്ങളെ കിണറല്ല, ഇതാണ് എന്ത് റിങ്. അതായത് ഞങ്ങൾ പണ്ട് മീൻ വളർത്തീനി. പിന്നെ ഇതില് ഇത് എന്തിനു വേണ്ടി ഉണ്ടാക്കിയനി? ആണോ? പഞ്ചായത്തിൽ നിന്ന് പണ്ട് ഇങ്ങനെ റിങ്ങൊക്കെ കിട്ടീനോ? ജലനിധി ഇപ്പൊ വെള്ളം വന്നില്ലേ, അപ്പൊ എല്ലാവർക്കും ഇങ്ങനെ റിങ്ങും അവിടെ ഒരു സ്ലാബൊക്കെ വാർത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഊര വെച്ചായിട്ട് ഒന്നിനും വിളിക്കാം. ആയിക്കോട്ടെ ഞാൻ വരാം. ഞാനേ പൂച്ചക്ക് നിൽക്കുന്ന കുത്തിനെ പാട്ട് ഇപ്പൊ ഇതാ വരുന്ന 5 മിനിറ്റ്. അപ്പൊ അതല്ല കലം പറയണ്ട, ഞാൻ കയ്യും പിടിച്ച് കിടക്കില്ല. എന്റെ കജ്ജിന്ന് മുണ്ടെടുത്ത് ഞാൻ മാറ്റാൻ നിക്കണ്ട. വന്നിട്ട് കുളിച്ചാ ഉണ്ടാക്കാൻ പോകാണെങ്കിൽ മുടി കെട്ടി കഴിഞ്ഞാൽ കുളിച്ചാൻ പറ്റൂല എനിക്ക്. എന്തുമ്മ? ഇതാണ് ഉമ്മ പറഞ്ഞ മരം. ഇത് വലുതായിട്ട് വേണം ഇവിടെ ഞങ്ങക്ക് തണലിട്ടാൻ. പ്ലാവ്. ഇത് ഞാൻ പറഞ്ഞതാ. ഈ പ്ലാവ് വലുതായി കഴിഞ്ഞാൽ ഒറ്റ അത് പെരന്റെ മുമ്പിലാണ്. പെരമക്ക് പോകും ഒറ്റ വേരോടെ പറ്റൂലേ അമ്മ? ചെലപ്പോ ഇട്ടെന്ന്. ഞാൻ ഒരു കാര്യം പറഞ്ഞ കേട്ടോ, ഞങ്ങള് ഇവിടെ ഒരു അലാഖിന് വലിയ മാങ്ങമൂച്ച ഉണ്ടായിനി. പണ്ടൊട്ടേ ഉള്ളതാണ്. അത് എന്ന് തൊട്ടുള്ള അപ്പൊ നമ്മളെ പേരുള്ള ടൈം തൊട്ടുള്ള ഒരു മനുഷ്യന് 60, 70, 85 വയസ്സായ ആള് മരിച്ചു. ഇത് പിന്നെ അതിനൊക്കെ മുമ്പ് പയക്കല്ല ഇത് മരിച്ചല്ല, കൊന്നതാണ്. പൊട്ടി വീണ് തണ്ട തന്തയിക്കണ്. പൊട്ടി വീണിക്ക മാങ്ങമരം എവിടെ പൊട്ടി വീണിന്? മാങ്ങാരം പൊട്ടി വീണില്ലേനോ? എവിടെ? ഉടുക്കോടെ പൊട്ടി വീണില്ലേനോ? മാങ്ങമരം അല്ലത്. അത് ഏതാണെന്ന് അറിയോ? ഞാവലിന്റെ മരാണ്. ഞാവലിന്റെ മരാണ് പൊട്ടി വീണത്. ഇവിടെ ആയിരുന്നു ആ ലാക്കിന് വലിയ മാങ്ങമൂച്ച ഉണ്ടായിരുന്നത്. ഭയങ്കര തണലാണ് കേട്ടോ ഇവിടെ, നല്ല തണലാണ്. അതിന്റെ അടിയിൽ തന്നെ ഇതിന്റെ ബാക്കിയാണ് ഈ ഞാവലിന്റെ മരം. നല്ല 2 തണലാണ്. അതിന് ഞങ്ങൾ ഊഞ്ഞാലൊക്കെ കെട്ടി നല്ല അടിപൊളിയാണ്. പിന്നെ എന്തോ പെട്ടെന്ന് സംഭവിച്ചു. ഉമ്മ പറഞ്ഞു അത് അവിടെ വേണ്ട. ഒരു സുപ്രഭാതത്തില് വല്യമ്മ പറഞ്ഞത് വെട്ടാന്. അതന്നെ ഇവിടെ വെക്കണ സാധനം പെരമക്ക് വെക്കുന്ന സത്യം പറഞ്ഞിട്ട് പോരട്ടെ. വലിയ ബുദ്ധിമുട്ടായി. എന്ത് അടിച്ചു വരുന്ന കേസില് അല്ലാതെ പാരമ്പര്യമായിട്ട് വെച്ചെന്നാനില്ലേനി. അപ്പൊ വിറ്റാന് എങ്ങനെ പാരമ്പര്യമായിട്ട് വെച്ചില്ല. ഇപ്പൊ എന്നിട്ട് ഭയങ്കര വെപ്പിക്കല്ലോ അവിടെ. അതിന്റെ ബുദ്ധിമുട്ട് 10,000 ബുദ്ധിമുട്ട് മാറി. 3000 റുപ്യ കൊണ്ടിട്ട് ഒരു വലിയ മരം വെച്ചിക്ക അല്ലേ? 3000 റുപ്യ കൊണ്ട് 5000 റുപ്യക്ക് നല്ല തണല് വിറ്റില്ലേ? അത് 2 മരങ്ങള്. അതും ഇവിടെ ഒരു അല്ലാക്കിന്റെ വലിയൊരു മരാണ്. നല്ല ഹൈറ്റിലൊരു മാങ്ങമൂച്ചി. അതൊരു ഞാവലും കൂടി 5000 റുപ്യക്ക് കൊടുത്തിക്ക. നമ്മുടെ പെരന്റെ ക്ലീനിങ് വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്റർവ്യൂവിന്റെ ആൾക്കാർ 1 മണിക്കല്ലടാ പറഞ്ഞേ? 1 മണിക്കല്ല ഒരു പറഞ്ഞേ? 1 മണിക്കാണ് ഓല് വരും പറഞ്ഞത്. അപ്പൊ അതിന് വേണ്ടി ഒരുക്കങ്ങൾ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കാണ്. ഇവിടെ എത്ര പിലാവുണ്ട്? 2 പിലാവ്. ഇതൊക്കെ ഏത് കൊല്ലം വലുതാവാനാണോ? ഒരു പിലാവ് 3 പിലാവ് ഉണ്ട് ഇപ്പൊ മുറ്റത്ത്. ഇപ്പൊ 3 പിലാവ് ഉണ്ട് കേട്ടോ. നമുക്കറിയില്ല ഇനി എന്താവും ഇതിന്റെ അവസ്ഥ. 3 കൊല്ലം ഞാൻ അവിടെ പിലാവ് കുഴിച്ചിട്ട്. എവിടെ? അവിടെ ഒക്കെ ഉണങ്ങിപ്പോയി. അപ്പൊ 5-8 തെജ് ഒന്നിച്ചാണ് കുഴിച്ചിട്ട്. അപ്പൊ ഉണ്ടായോ? അപ്പൊ ഉണ്ടായി. വന്നിട്ട് 3 കൊല്ലം അടുപ്പിച്ചാണ്. ഇപ്പൊ സ്വന്തമായിട്ട് നമുക്ക് പ്ലാവില്ലല്ലോ, മറ്റേ ചക്ക പ്ലാവില്ലല്ലോ. ഉണ്ടോ? ചെറിയൊരു തൈ ഉണ്ടോ അവിടെ? അത് ചക്ക ഉണ്ടല്ലോ. ചക്ക ഉണ്ടാകുന്നപ്പോഴേ ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ അങ്ങനെ ഒരു പിലാവ്. അത് ഏത് കൊല്ലം ഉണ്ടായിനാണ്? ഞാനൊക്കെ ചെറുപ്പത്തിലുള്ള സാധനമാണ്. അതിപ്പോ വലുതാവുന്നുള്ളൂ. എന്നിട്ടാണ് 3 കൊല്ലം കൊണ്ട് ഇത് മുളക്കുന്നത്. ഞാൻ പറഞ്ഞ ആകെ വായന്റെലാണ് ഈ തണലുള്ളത്. അത് വെട്ടിക്കാന്ന് ആ പിലാവിന് ഇതിട്ടില്ലാന്ന്. ഇതിനെ കാണില്ല. മതത്തിന് അവിടെ നോക്ക്. ഇവിടെ മാത്രല്ല സൂര്യന്. ഈ സൂര്യൻ ഇങ്ങോട്ട് വരും അങ്ങോട്ട് വരും. ഉമ്മമാന്റെ പൂജത്തെ സൂര്യൻ നിർന്നല്ലില് മാത്രം ഇങ്ങനെ നിക്കുള്ളൂ.
ചെറുക്കന്മാരെ കൂട്ടാൻ ഇവിടെ കുറെ കല്ല് ആലിന്റെ കല്ല് അത് വെച്ചിട്ടാണ് അത് കുറച്ചിടാൻ വേണ്ടി ഞങ്ങളോട് പറഞ്ഞു. ആണോ? എന്നിട്ട് ആ കല്ലിപ്പോ ഇപ്പോഴും അവിടെ തന്നെ അല്ലേ? ഇപ്പൊ എന്താ ആ ചങ്ങായിനോട് ആ കല്ല് എന്തിനാ ഇവിടെ ഇഷ്ടം പോലെ കല്ലുണ്ടായിട്ടോ. എന്തിന്റെ അറിയോ? ഈ ആല കണ്ടില്ലേ? ഇത് ഞങ്ങള് പശുവിന്റെ ആലയാണ്. ചെറുപ്പം തൊട്ടിട്ട് പശുവിനെ വളർത്തിയത്. പിന്നെ എന്തിനാ അമ്മ ഇവിടുന്ന് മാറ്റിയത്? മനസ്സിന്റെ പ്രശ്നം. പജ്ജി ചാകുക, പജ്ജി ചത്തിട്ട് വിറ്റു, ചത്തിട്ട് പിന്നെ ഒഴിവാക്കി. പിന്നെ വാങ്ങാൻ കാര്യം ഉണ്ടായില്ല. അല്ല അപ്പൊ അവിടെ അല്ലേ നമ്മളത്? അവിടെ ഇവിടെ കൊണല്ലാണ്ട് അവിടെ ഉണ്ടാക്കി. അവിടെ തീരെയും കൊണല്ലേ? അവിടെ തീരെയും കൊണല്ല. പിന്നെ പജ്ജൊക്കെ ചത്തു. പിന്നെ എന്തിനാ ആല? അത് ഉള്ള സംഭവം കേട്ടോ. കാരണം ഇവിടെ ഞങ്ങള് പശു ഇമ്മൊക്കെ പണ്ട് പറഞ്ഞപ്പോ ഞങ്ങള് വിശ്വസിച്ചില്ല. അതായത് ഇവിടെ ഒന്നിനും വളർത്താൻ പാടില്ല, ഇതിന് ഓരോന്ന് പിടിക്കും, ചാവുകയാണെന്നൊക്കെ പറഞ്ഞു. നമ്മളെന്താ അന്നത്തെ ടൈം എന്തത് ഇങ്ങനെയൊക്കെ അങ്ങനെയാണ് ഞങ്ങൾ വിശ്വസിച്ചിരുന്നത്. പിന്നെ ഞങ്ങൾ ഇവിടെ പ്രാവിനെ വളർത്തി. ആ പ്രാവും കൂട്ടി ചേര കയറി ആ പ്രാവ് അങ്ങനെ ചത്തു. ലവ് ബേർഡ്സിനെ വളർത്തി, അതും ചത്തു. അതിന് എന്തോ പിടിച്ചു. മൊയലിനെ വളർത്തി, അതും ഇതേപോലെ പട്ടി ഒന്ന് കടിച്ചു. നീ വളർത്തില്ലേ? ഈ ഒരു ഭാഗത്ത് ഒന്നിനും വളർത്താൻ പറ്റൂല എന്നാ അവര് പറയുന്നത്. കഞ്ഞിമൂലയാണല്ലോ. കഞ്ഞിമൂല എന്ന് അറിയാം. കഞ്ഞിമൂല കണക്കിന് അതാണ്. പക്ഷെ ഇവിടെയാണ് കഞ്ഞിമൂല അല്ലേ? എന്നിട്ട് ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടുത്തെ ഈ കല്യാളൊക്കെ എടുത്ത് ഞങ്ങളെ പെരപ്പണി അവിടെ നടന്നുകൊണ്ടിരിക്കണ്ടല്ലോ, അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞു. കണ്ടില്ലേ ഇങ്ങനത്തെ കല്യാള് വേണ്ടിട്ടല്ല, മറ്റേ അവിടെ പാടല്ലേ ആ പെരന്റെ അവിടെ അവിടെ പാടല്ലേ. അപ്പൊ ആ പാടത്ത് കുറച്ച് കല്ലിട്ട് അമർത്താൻ വേണ്ടിട്ട് ഇങ്ങനത്തെ കല്യാളൊക്കെ ഇടാൻ പറഞ്ഞ് ഞാൻ എന്റെ കമ്പനിക്കാരൊക്കെ വിളിച്ച് അവിടെ കൊണ്ടുപോയി ഓല് പറഞ്ഞു അങ്ങോട്ടാണ് എത്തിച്ചെന്നാ മതിയായിരുന്നു. അങ്ങോട്ടാണ് എത്തിക്കണ ഓർമ്മയുണ്ട്. പിന്നെ ആ കല്ല് ഇതിൽ അവിടുന്ന് പോയിട്ട് അതിന്റെ അപ്പുറത്ത് ഇതാണ് ആ കല്ലിട്ടോ, ഈ കുന്നൂടി കിടക്കണേ. ഇതാകണ ഈ ഇതിന്റെ നേരെ അപ്പുറത്ത് കാണണ ഇത് വയ്യ ക്ലീൻ ആക്കാനാണെന്നുണ്ടെങ്കിൽ താഴെ വരെ ക്ലീൻ ആക്കേണ്ടി വരും. ഇതെന്താ മമ്മ ഇവിടെ ഇങ്ങനെ തെളുങ്ങണ്? നാളെ അണ്ടിക്ക് എന്താ വിളിച്ചാൽ പൊടിക്കില്ലേ? നിങ്ങൾ എന്തോ വിളിച്ചു വളർത്തിയാണ് പൊട്ടിക്കില്ലേ? മമ്മ അത് 100K സബ്സ്ക്രൈബേഴ്സ് അതിന്റെ ഒപ്പം പറയാൻ പറ്റും. ഇത് സംഭവം പൊട്ടിച്ച് കുടുങ്ങിട്ടോ. കാരണം പറഞ്ഞെങ്കിൽ ഈ സാധനമാണെന്നുണ്ടെങ്കിൽ അടിച്ചോരിട്ട് പോണേല്ല. ഇതാണ് ഞങ്ങൾ ഇപ്പത്തെ പരീക്കള് വയ്യ. ഇതിനു മുമ്പ് വയ്യ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ്. ഇതിക്കൂടെയാണ് അവിടെയാണ് സ്റ്റെപ്പ് ആയിട്ടാണ് വയ്യ. പിന്നെ ബൈക്ക് വാങ്ങിയപ്പോ ബൈക്ക് കയറ്റാൻ സ്ഥലമില്ലാത്തോണ്ട് ഇതിക്കൂടെയാണ് വയ്യ ഉണ്ടാക്കി. ഇതിക്കൂടെ നോക്കി, പക്ഷെ ഈ കൂടെ നടന്നില്ല. നടക്കാത്തതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഈ കൂടെ നല്ലൊരു സ്ഥലമാണ്. പിന്നെ ഇവിടെ ഉണ്ടായി കുറെ കല്ലൊക്കെ, അതില് പിന്നെ അതൊക്കെ ചെത്തി പൊളിച്ചതാക്കിയാണ്ട് ഇതാക്കിയാണ് ഞങ്ങൾ എന്ത് ചെയ്തു, ഇവിടെ വയ്യാക്കി. എന്നിട്ട് അവസാനം എന്ത് ചെയ്ത് സിമെന്റ് ഇട്ടേ. സിമെന്റ് ഇട്ട് ഇതാക്കണേ ഒരു മഴ വന്നപ്പോ ഒറ്റ പോക്ക വലിച്ചാണ്ട് സിമെന്റ് ഇട്ടത് സിമെന്റ് കൂട്ടി തന്നെ ഞാൻ സിമെന്റ് തേച്ചു. അതെ, തേച്ചിന്റെ കോലാണ് ഇപ്പൊ ഈ കാണുന്നത്. ഒരു മഴയല്ല ആ പോണേലും ചുറുന്നു. ഞങ്ങള് കോഴിക്കള്. അതെ, ബാ 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 കോഴി ബാ. ഇതില് പ്രശ്നമുണ്ട്. ഇതില് ഏതൊക്കെ ചെങ്ങൻ കോഴിക്കളി അറിയില്ല. ചെങ്ങൻ കോഴികളി ഇതില് എനിക്ക് കണ്ടിട്ട് തോന്നണത് എല്ലാം ചെങ്ങന്മാരാ. അത് പെടയാണ്, അത് നാടന്റെ പെടയാണത്. ഒരു പെടയുണ്ട്, ഇത് പെടയാണെന്ന് അറിയില്ല. ഈ സാധനം ഇതിന്റെ അപ്പുറത്ത് അറിയില്ല. വേഗം പിടിച്ചോ. കോഴി ഇമ്മമ്മ എത്ര അടിച്ചോരി കൊണ്ടുപോയാണ് ഇട്ട് കഴിഞ്ഞാലും കോഴിക്കൾ എന്ത് ചെയ്യും, അവിടുന്ന് ഇങ്ങനെ ചെക്കി ചെനക്കി ഇങ്ങനെ ആകെ വിതറയൊക്കെ ഇങ്ങനെ വെക്കൂല്ലേ. മമ്മാനോട് നല്ല സ്നേഹമുള്ള കോഴിക്കളാണ്. പിന്നെ ഗൈസ് ഇങ്ങളെ ഇതനുസരിച്ചിട്ട് കൊറേ കമന്റിൽ കൊറേ ഇത് വരുന്നുണ്ട്. മുടി അങ്ങനെയാണ്, മുടി ഇങ്ങനെയാണ്, ഒരുമാതിരി കോപ്പിലെ മുടിയാണെന്നൊക്കെ. ഇത് നമ്മള് വെട്ടാൻ പോകുകയാണെന്ന് ഞാനും ഓനും കൂടി ഇന്ന് വെട്ടാൻ പോകുന്നുണ്ട്. മുടിന്റെ കോലം കണ്ടില്ലേ, ആകെ എത്ര ഇങ്ങോട്ട് വാർന്നു കഴിഞ്ഞാലും നിക്കൂല. അങ്ങനെ നമ്മുടെ മുറ്റൊക്കെ നമ്മള് ക്ലീൻ ആക്കിയിട്ടുള്ള നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ക്ലീൻ ആക്കി എടുത്തിക്കണേ. ഏകദേശം അല്ലേ, ചെമ്മലും കാര്യങ്ങളൊക്കെ എടുത്ത് ഒഴിവാക്കി. പിന്നെ വജ്ജി ചെറുതായിട്ട് അടിച്ചോരി. അതല്ലേ ഓല് വരുമ്പത്തേനും ഓലിക്ക് നെഗറ്റീവ് അടിച്ചോണ്ട് എഴുതിയിട്ടാണ്. കൂട്ടിട്ട് അത്ര അല്ലേ. ഇനിയുള്ള കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മളെ ചെറുതേനീച്ചന്റെ കൂട് ഇവിടെ എല്ലാരും കൂടുണ്ട്, എല്ലാവർക്കും കൂടെ ഒന്ന് താമസിക്കാം. പിന്നെ പറയാനുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് ഇന്റർവ്യൂ ആണ് വരാൻ പോണേ. ഇന്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളന്ന് വീഡിയോസിൽ ഇങ്ങനെ കാണിച്ചിരുന്നില്ലേ, അതായത്
ഓരോ ആൾക്കാർ വരും. ആൾക്കാർ ഓരോരുത്തർ മൈക്ക് ഉണ്ടാവും. നമ്മളടുത്ത് മിക്കവാറും എല്ലായിടത്തും മൈക്ക് വരും. ഓരോരുത്തർ എല്ലായിടത്തും ക്യാമറ ഉണ്ടാവും. നമ്മളിപ്പോ ഇവിടുന്ന് വീഡിയോ എടുക്കണ മൈക്ക് ഇതിപ്പോ ഞാനാ വീഡിയോ എടുക്കണേ, അനു വീഡിയോ എടുക്കണേ. ഒറ്റ ക്യാമറ ഉള്ളൂ. മനസ്സിലാവുന്നില്ലേ? മറ്റോടത്ത് അങ്ങനെ ആവൂല. 4 ക്യാമറ ഉണ്ടാവും. 4 സൈഡിൽ ക്യാമറ ഉണ്ടാവും. ഓരോ സൈഡിലും ഓരോ ക്യാമറ. ഓടി ചോദിച്ചു നമ്മൾ മറുപടി എടുത്താൽ മതി. ഓടി ചോദിച്ചും വല്യമ്മ ഭയങ്കര ആക്ടിങ് ആണല്ലോ, റീൽസിലൊക്കെ ഭയങ്കര വൈറലാണല്ലോ എന്നൊക്കെ പറയാം. അപ്പൊ മോൻ എന്താ പറയാ? അതെ, ഞാൻ അഭിനയിക്കും പറഞ്ഞില്ലേ. അപ്പൊ മോൻ എന്താ പറയുക? പറയാം എന്താ പറയണ്ടല്ല. പിന്നെ മോൻ ചോദിച്ചു മമ്മാക്ക് ഇങ്ങനത്തെ ഡയലോഗൊക്കെ എവിടുന്നാ കിട്ടണത്, ഇതൊക്കെ ആരെ പറഞ്ഞു ചോദിച്ചു. മമ്മ എന്താ പറയാ? ഞാൻ ഒറ്റക്ക് തപ്പി കണ്ടുപിടിച്ചാണെന്ന് അറിയാം. പിന്നെ നിങ്ങളെ വീഡിയോസ് ഒക്കെ അതായത് നിങ്ങൾ എത്ര ടൈം കൊണ്ടാണ് വീഡിയോസ് ഒക്കെ എടുത്ത് കയ്യിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയാ? 4-5 ദിവസം അല്ലേ? ഒരു വിഷയം 3 ദിവസമൊക്കെ. പിന്നെ വേറെ പ്രശ്നമുണ്ട്, ചിലപ്പോ ഞാൻ ചോദിക്കണ ചോദ്യം അവര് ചോദിക്കുക. ഇനിയിപ്പോ എന്തറിയോ, ഒരു തിരിച്ചും മറച്ചു കൂടി ചോദിച്ചും മറ്റേ വരുണ്ണ കൊന്നതാരാണ് ഒക്കെ ചോദിക്കും. ദൃശ്യം 2 കണ്ടിരിക്കണ ചോദിച്ചു. ദൃശ്യം 2 ഇങ്ങോട്ടാണ് ചോദിച്ചില്ല. ഒന്നും ചോദിച്ചൂല അമ്മ. ഓലെ എന്തറിയോ, നമ്മളെ വീഡിയോസ് കണ്ടിട്ടാ വരുന്നത്. നമ്മളെ വീഡിയോ കണ്ടിട്ടാ ഓല് വരുന്നത്. അപ്പൊ ഇങ്ങനെ ചോദിച്ചും നിങ്ങളെ വീഡിയോ ഒക്കെ അടിപൊളിയാണ്. മിക്കവാറും എല്ലാ വീഡിയോസിനെ പറ്റിയാണ് ചോദിക്കുക. പിന്നെ നമ്മള് പേരന്റെ കാര്യങ്ങൾ ചോദിക്കും. അതൊക്കെ തന്നെ ചോദിക്കുള്ളൂ. എത്ര വർഷങ്ങളായിട്ട് ഈ പേരാ അങ്ങനെ നമ്മളെ കാര്യങ്ങളൊക്കെ ചെറിയ രീതിക്ക് ചോദിക്കുള്ളൂ. ഇവിടെ പറയണമെന്നില്ല. ഷിനുവിന് ഇപ്പൊ എത്ര വയസ്സായി? 25. ഷിനുവിന് ഇപ്പൊ 26. ഞാൻ എനിക്ക് 24 ആയിട്ടുള്ളൂ. ശരിക്കും 25 വയസ്സ്. 25 വയസ്സ്. ഈ പേര കയറ്റാണ്. എന്നിട്ട് ഓനെ 40 കഴിഞ്ഞിട്ട് ഓനെ പെരേക്ക് ഓനെ ഉമ്മ കൊണ്ടുപോയി ഓനെ പെരേക്ക്. എന്നിട്ട് ഈ പേരന്റെ പണി കഴിഞ്ഞിട്ട് ഓനെ ഈ പെരേക്കാണ് കയറ്റിയത്. ഫസ്റ്റില് പേരപ്പണി കഴിഞ്ഞു. ഇവിടെ ഷെഡ് ഉണ്ട്. എനിക്ക് കോളേജിൽ പഠിച്ചാൻ പോയി നേരത്തൊക്കെ. കോളേജോ? ഉമ്മ കോളേജ് പഠിച്ചാനോ? അറബി കോളേജ്. അതെ, 10ാം ക്ലാസ് തോറ്റ് കഴിഞ്ഞല്ലേ കോളേജ്. ചുങ്കത്ര കോളേജ് എന്താണ്? ഓരോ കാര്യം പറയാണ്ട് പാലയമാടുമക്ക് അവിടെ കൊറേ പഠിച്ചു. ഒരു കാര്യം പറഞ്ഞ സയൻസിന് 16 രൂപയും കൊടുത്ത് ചേർന്നവനാണ്. സയൻസിനോ? ചേർത്തി അവിടെ പറ്റൂല. അങ്ങേപ്പുറത്തോണ്ട് ചേർത്തി എന്തേ തൊപ്പിട്ടു. ഒക്കെ വായ വെല്ലുമല്ലേ. ഓലിപ്പോ ഞമ്മക്കും അറിയില്ല കേട്ടോ ഓലെന്താ ചോദിക്കാൻ പോകുന്നത്. കാരണം ഞങ്ങളെ ആദ്യത്തെ ഇന്റർവ്യൂ ആണ്. തമ്പുരാനറിയാം എന്താവുന്നത്. എന്തൊക്കെയോ ചോദിച്ചാൽ മനസ്സിലാരാണ്. കുറ്റം ചെയ്തിട്ടൊന്നുമില്ല. പോലീസുകാരൊന്നല്ലേ. പടച്ചമ്പരാന്റെ മുന്നിലും കാര്യം പറയാം. നമ്മളൊന്നുമില്ല. നമ്മളുണ്ടല്ലോ, ഞാൻ പറഞ്ഞുതരാം ജീവിത കാര്യങ്ങളല്ലേ. അത് ഇപ്പൊ ആരോട് പറയണേനിപ്പോ എന്താ? ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. നമ്മൾ അന്ന് ഇവിടുന്ന് 100 അതിന്റെ നമ്മളിവിടെ വീഡിയോ എടുത്ത് സംസാരിച്ചില്ലേ, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് നാള് മറ്റേ സ്റ്റൂളൊക്കെ ഇട്ട് സംസാരിച്ചില്ലേ, ബെഞ്ചൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ക്യാമറ മുമ്പില്. ആ ക്യാമറന്റെ കാര്യം കുറെ ആൾക്കാർ ഇങ്ങനെ നിൽക്കും. അത്രേ ഉള്ളൂ. നമ്മളടുത്ത് മൈക്കും ഉണ്ടാവും. എന്നിട്ട് ഇങ്ങനെ അതായത് മമ്മ മറ്റേ വാർത്തയിലൊക്കെ ഓരോരുത്തർ പറയുന്നുണ്ടല്ലേ, ലിംബർമൊക്കെ കയറുന്നുണ്ട്. ഓരോരുത്തർ മൈക്ക് ഉണ്ടാവും. ഒരാൾക്ക് ഇഷ്ടം പോലെ മൈക്ക് ഉണ്ടാവും. എന്താ ചോദിച്ചാൽ അതിനില്ല മറുപടി ഞങ്ങൾ കൊടുത്തു. മതി മറുപടി എടുത്താൽ വല്യമ്മ എന്താണാവോ കേട്ടാ. ഉമ്മമാനെ കാണുമ്പോ തന്നെ മിക്കവാറും ഉമ്മമാന്റെ തന്നെ മൈക്ക് എങ്ങനെ കാരണം ഉമ്മമാന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വീരുണ്ടോ നോക്കാൻ നിൽക്കുക. ചിലപ്പോ റീൽസായിട്ട് വരും. ആ കുത്തുകാണിയൊക്കെ സെറ്റാക്കി ഒരു ഒന്ന് പൊന്തിച്ചാ നമ്മളെ വെയിൽ കൊള്ളാക്കാൻ വേണ്ടിട്ട് ആറ്റി നോട്ടി നമ്മൾ എന്ത് ചെയ്തു, ഒരു ഷെഡ് കെട്ടി. ഇപ്പോഴല്ല, കുറച്ച് മുമ്പ് കെട്ടിയതാണ്. ഇതിന്റെ കോലാണ് ഇപ്പൊ ഈ കാണുന്നത്. അനങ്ങ ഈ സാധനം കാറ്റിൽ ഇതായിട്ട് എന്ത് ചെയ്യും, പൊളിഞ്ഞാടാൻ നിൽക്കും. അതിന്റെ കോലാണ് ഇപ്പൊ ഇത്. ഷീറ്റിനൊന്നും ഓട്ടല്ലേ വല്യമ്മ അല്ലേ? അതുകൊണ്ട് കുഴപ്പമില്ല. ഇങ്ങനത്തെ ഷീറ്റ് അല്ലേ രണ്ടേത്, ഇങ്ങനത്തെ തരണം. ഇത് പിന്നെയും കുഴപ്പമില്ല. ബ്ലാക്ക് അല്ലേ, കൊറേ കാലായി. ഇത് മറ്റേ നീല പെട്ടെന്ന് കയറി പോണ ടൈപ്പാ. കുഞ്ഞോട് ഒറ്റക്ക് കീറണമെന്നല്ല, കൊറേയൊക്കെ പിന്നെ കൊറേ പൂച്ച കയറാം കീറണ.
പൂച്ച നല്ലല്ലേ? എന്തുണ്ടായാലും അവസാനത്തിന് പൂച്ചനെ തല്ലില്. എങ്ങനെയും പൂച്ചനെ ഒഴിവാക്കണം. അതിനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാ. വന്നാലും ലാസ്റ്റ് അത് പൂച്ചമ്മക്ക് ഞാൻ പറഞ്ഞുതരാ. വേറെ കോമഡി ഉണ്ടായിക്കണേ. പൂച്ച അത്യാവശ്യത്തിന് കാണാം. ആ അത്യാവശ്യത്തെ ഓവറാണ്. ഓക്കെ, വേറെ സംഭവം ഉണ്ടായിക്കണേ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഉമ്മ കഴിഞ്ഞ ദിവസത്തോടെ എന്താ പറയാ തലവേദന എടുത്ത് ഛർദിച്ചിറക്കുന്നുണ്ട്. അപ്പൊ ഉമ്മ അറിയാം ഞങ്ങളോട് വന്നിട്ട് വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറിനെ കൊണ്ട് പറയിപ്പിച്ച് പൂച്ചന്റെ അലർജി ആണത്. ഒഴിവാക്കാൻ. ഏതന്നെ അറിയോ? അതൊക്കെ പറയാണ് അതൊന്നും വിശ്വസിച്ച് പ്രേക്ഷകരോടാണ് കേട്ടോ ഈ പറയണത്. പൂച്ചനെ ഇഷ്ടല്ല. അപ്പൊ ഇമ്മ അങ്ങോട്ട് പറയാന്നെ എനിക്കാണെങ്കിൽ പൂച്ച അത്യാവശ്യത്തെ പൂച്ച സ്നേഹല്ല ഇതാണല്ലോ 10,000 പൂച്ച. 10,000. ഞാനോ 1 2 ഇമ്മമാർക്ക് വേഗം ഇതള ആട്ടി അടിച്ച ഇതൊരു 10 ഇവിടേക്ക് അടി പോവാന്നറിയില്ല. അതിനെ പൂച്ചന്റെ ഇങ്ങനെ രണ്ടാളെയാണ്. അന്തി പിന്നെ നിക്ക് ഞാൻ പറയട്ടെ. കൊറോണ കാലത്തേ ഇങ്ങനെ രണ്ടാളി ഞാൻ പോയി കറിച്ച് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. എനിക്ക് ഓർമ്മയുണ്ട്. കഴിച്ചിട്ടേ ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടിയും കൊണ്ടുപോയി. വണ്ടിയും കൊണ്ടുപോയി ചാട്ടമുണ്ടത്തി അങ്ങനെ എടുക്കാന്ന് വെച്ചു. ഞങ്ങൾ പോയി അങ്ങനെ എന്നാ നടക്കിയാന്ന് സ്റ്റേഷനിൽ കൊണ്ടുപോയി വണ്ടി പിടിച്ചിട്ടില്ലേ പോലീസുകാരല്ലേ? പോലീസുകാര്. എന്നിട്ട് നിങ്ങൾ കാണാനില്ല. ആരോടാ പറയുന്നത്? ഒരു 3 മണിയായപ്പോ വിളിച്ചു നോക്കുമ്പോ എന്താ പറയുന്നത്? ആധാറും കൊണ്ട് വരി ഞങ്ങളിവിടെ സ്റ്റേഷനിലാണ്. അപ്പൊ എന്തേ കോഴി വാങ്ങാൻ പോയിട്ട് സ്റ്റേഷനില. ഹെൽമെറ്റ് ഇല്ലാതെ പോകാൻ പാടില്ല. ഹെൽമെറ്റ് ഇല്ലാതല്ല. അന്ന് എന്താ അറിയോ? അന്ന് കൊറോണ പോകാൻ പറ്റില്ല. വണ്ടി പോകാൻ പറ്റൂല. എന്നിട്ട് എന്തായി മാവിലിമ? എന്നിട്ട് അപ്പൊ കെട്ടിയിട്ട് തോന്നാണ് ഈ പൂച്ചനെ. എന്നിട്ട് അവിടുന്നൊക്കെ പോന്നപ്പോ മോണിട്ട് അവിടുന്ന് നടന്നു വന്നു. റോട്ടിൽ കൂടെ നടന്ന് ഇങ്ങനെ വരുന്നുണ്ട്. വണ്ടി സ്റ്റേഷനിൽ. അപ്പൊ ഒരു പൂച്ചക്കുട്ടി 2 ചാക്കിൽ കെട്ടിയിട്ട് ആ പിന്നെ അരിച്ചാലിൽ ആരോട്ടക്കണേ ഓനെ ഇനിയും കൊണ്ടുവന്നു. നമ്മക്കല്ലേ വരെ ഇഷ്ടാണ്. ഒക്കെ അതിനൊക്കെ കണ്ടാ വിടാൻ തോന്നുന്നു. എന്റെ പൊന്നും കട്ടനെ, എന്റെ പൊന്നിനെ ഞാൻ പോയി കുളിച്ചാൽ കഴിഞ്ഞോ? മിജിന്റെ പൊന്നിനെ ഇതാണ് പൂച്ച. കഴിഞ്ഞോ? താപ്പുനു പൊന്നാനെ പൊന്നാനെ കഴിഞ്ഞോന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്നാ വീഡിയോ അതിന്റെ ചെയ്യല്ലേ? ഇനി നമുക്കുള്ള പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാല് നമുക്ക് നേരെ പോയി മുടി കെട്ടണം. മുടി കെട്ടിയിട്ട് ഉമ്മ അപ്പൊ ഒരു മണിയാവും. നമുക്ക് ഞാൻ 10 ഉണ്ടാക്കി വെച്ചാലോ? ഉണ്ടാക്കി വെച്ചോ. ഞാൻ പറയുമ്പോഴേ എന്താ സംഭവം എന്നറിയോ? പെട്ടെന്ന് പരിപാടി വെച്ചു. ഇപ്പൊ ടൈം എത്ര ആയി കാണൂടാ? നമ്മ നോക്കി ഞങ്ങള് വരുമ്പത്തിന് നിങ്ങള് മാറ്റിയല്ല കുളിച്ച് എന്നിട്ട് ഓല് വരാൻ നേരത്ത് കുളിച്ച് മാറ്റി മതി. മറ്റേ പർദ്ദ ഏത് കറുത്ത ഷാളൊക്കെ ഇട്ട് നല്ല രസമുള്ള പർദ്ദല്ലേ? എന്ന് പറഞ്ഞ മറ്റേ കേൾക്കണ്ട ഇട്ട് നിൽക്കല്ലേ? കല്ലുമുട്ടിയില്ല പറ്റൂ. കല്ലുമുട്ടി ഇമ്മമ്മ പറയുന്ന കല്ലുമുട്ടി അതറിയോ? ഡ്രസ്സുമൊക്കെ ഉണ്ടാവില്ലേ ഓരോരോ മുത്തുകൾ, അതാണ് ഇമ്മ പറയുന്ന കല്ലുമുട്ടി. അതില് ഉമ്മാക്ക് വേണ്ടത്. മറ്റേ ഉമ്മ വേറെ മോഡൽ ഇങ്ങനെ സെൽഫി തട്ടോ അല്ല വേറൊരു മക്കനല്ലേ അതേ ഉമ്മക്ക് പറ്റുള്ളൂ. അതാകുമ്പോ കൊറേ കുത്തി കിടത്താകുമ്പോ തലയിൽ കൂടെ ഇട്ടാണ് നിന്നോളൂ. അപ്പൊ നമ്മള് ഈ വീഡിയോ ഒന്ന് വെച്ചാണ് വൈൻഡപ്പ് ആക്കാൻ വേണ്ടി പോവുകയാണ്. ഇന്നലെ പരിപാടി എനിക്കും ചെന്നാണ് മുടി വെട്ടണം. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചാണ് വൈൻഡപ്പ് ചെയ്യണം. ഇന്നത്തെ വീഡിയോ അല്ല, നമ്മൾ ഈ രാവിലത്തെ ഇതിന്റെ വീഡിയോ ഇവിടെ വെച്ചാണ് വൈൻഡപ്പ് ആക്കുകയാണ്. അപ്പൊ നമ്മൾ ഇന്റർവ്യൂവിന്റെ വീഡിയോ വരുന്നുണ്ട്. അപ്പൊ എല്ലാരും ഒന്ന് വെയിറ്റ് ചെയ്യും. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ. അപ്പൊ